all, welcome back to Salem Lady. It's me, Shahid Ramzan. മക്കളെ ഹാപ്പി ആണോ? പ്രിയപ്പെട്ട മക്കളെ, പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, സാറേ +1 ട്രിഗണോമെട്രിയിലെ +2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്ക് ആവശ്യമായുള്ള ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞുതരാമോന്ന്. പല ആളുകൾക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഐഡിയ ഇല്ലാതെ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അത് +2 ഇൻവേഴ്സിലേക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നത് നമുക്ക് അറിയുന്നില്ല. പക്ഷേ ഞാൻ എന്തായാലും അത് നല്ലതാട്ടോ, എല്ലാ ഇക്വേഷൻ പഠിക്കുന്നത് നല്ലതാണ്, അത് വേണ്ടെന്നല്ല. എന്തായാലും നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് പറഞ്ഞുതരാം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. സോ വീഡിയോയിൽ പോകുന്നതിന് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ എക്സാമിന് ഒരു ഓതോസ് പറയാണ്, നമ്മുടെ ലൈവുകളൊക്കെ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള മാർക്ക് കിട്ടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യം കൂടി പറയാം. സൈൻ സ്ക്വയർ 2x പ്ലസ് കോസ് സ്ക്വയർ 2x എന്താണ് 1. ഇപ്പോൾ 4x ആണെങ്കിൽ 4, അതായത് ആ റൊട്ടേഷൻ ഫുൾ എന്തായിരിക്കും 1 ആയിട്ടായിരിക്കും വരിക. ആ സെയിം രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ കൂടിയാണ് സൈൻ സ്ക്വയർ x/2 പ്ലസ് കോസ് സ്ക്വയർ x/2 എന്ത് തന്നെയാണ് 1 ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമുള്ളതാണ്. ഓക്കെ, ഈ കാരണം ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരു പണിയുമില്ല. പിന്നെ ഈ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ തരുന്ന കമന്റ്സുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത്. ഞങ്ങൾ തരുന്ന വാക്കുകളാണ് നിങ്ങളെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്. പഠിച്ചില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലടാ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. യെസ്, അപ്പോൾ ഈ കാണുന്ന സൈൻ സ്ക്വയർ x/, ഇതിനെല്ലാത്തിനും ഞാൻ ത്രൂ ഔട്ട് സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാത്തിനെയും സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ഈ കാണുന്ന ഇക്വേഷൻ കിട്ടും. നോക്കി നോക്കൂ. ഇനി ഈ കാണുന്ന എല്ലാത്തിനും ഞാൻ കോസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി 3 എണ്ണം കിട്ടും, അല്ലെ ബാക്കി 2 എണ്ണം കിട്ടും. ഇതൊക്കെ തന്നെ എക്സിന്റെ സ്ഥാനത്ത് x/2 വെച്ചു നിങ്ങൾക്ക് എന്താക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ കാണുന്ന ഇക്വേഷൻസ് ആണ്. ഇത് രണ്ടും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് 2x സൈൻ 2x. മക്കളെ ശ്രദ്ധിച്ചോളൂ. സൈൻ 2x എന്ന 2 sin x cos x ആണ്. അതിന്റെ പ്രൂഫ് സൈൻ ഓഫ് x പ്ലസ് x ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് അറിയുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാം. ഇനി അല്ലാത്ത ആകെ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇതേ സംഭവം ഇവിടെ നോക്കൂ. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ ഒരു x ആണ്. അപ്പോൾ ഇവിടെ 4x ആണെങ്കിൽ ഇവിടെ 2x വരും. അപ്പോൾ ഇവിടെ വെറും x ആണെങ്കിലോ x/2 വരും. അതാണ് ഈ ഇക്വേഷൻ. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ ബാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു വരുന്നത്. ഇത് പല സ്ഥലത്ത് അപ്ലൈ ചെയ്യാനുണ്ട്. ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം. കോസ് 2x വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അത് ഹാഫ് ആംഗിളിലേക്ക് വരുന്ന സമയത്ത്, അതായത് കോസ് എക്സിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ്. ആ എക്സിന്റെ സ്ഥാനത്ത് x/2 വന്നാൽ മതി. കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2. ഈ കാണുന്ന ഇക്വേഷൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പല ടഫായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വരുന്നത് ഈ കാണുന്ന ഇക്വേഷൻ ആണ്. ടാൻ ഓഫ് x പ്ലസ് വൈയും ടാൻ ഓഫ് x മൈനസ് വൈയും. ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യാനുണ്ട്. ടാൻ ഓഫ് x പ്ലസ് വൈ ആണെങ്കിൽ മുകളിൽ പ്ലസും അടിയിൽ മൈനസും. ടാൻ ഓഫ് x മൈനസ് വൈ ആണെങ്കിൽ മുകളിൽ മൈനസും അടിയിൽ പ്ലസും. ബാക്കിയൊക്കെ സെയിം. ടാൻ x പ്ലസ് ടാൻ ബൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ x ടാൻ ബൈ. ഓക്കെ, പിന്നെ ഇതേപോലെ ടാൻ ഓഫ് π/4 മൈനസ് x. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇതേ ഇക്വേഷൻ വെച്ചിട്ട് വരുന്ന 1 മൈനസ് ടാൻ x ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ x ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഈ ഒരു ഐഡിയ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് +1 ട്രിഗണോമെട്രി വരാനുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ കാര്യം കൂടി കാണിച്ചാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ സൈൻ 31 π/3 അല്ലെങ്കിൽ സൈൻ 2 π/3. ഇതിന് ആൻസർ എങ്ങനെ കാണാം? മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇത് നമുക്ക് ചെറുതാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി വേണമെങ്കിൽ 7 π/6, കുറച്ചുകൂടി വലിയ നമ്പർ എടുക്കാം. 7 π/6. ഓക്കെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കുക. 7നോട് ഏറ്റവും അടുത്തുള്ള 6ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 7നോട് ഏറ്റവും അടുത്തുള്ള 6ന്റെ മൾട്ടിപ്പിൾ 6 തന്നെയാണ്. സോ 6π പ്ലസ് π/6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 6π/6 അതായത് π പ്ലസ് π/6 എന്ന് എഴുതാം. മക്കളെ ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന പൊസിഷനിൽ π ആണെങ്കിൽ നോ ചേഞ്ച് ആണ്. അതായത് ഉത്തരത്തിൽ ഇവിടെ സൈൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സൈൻ തന്നെ ആയിരിക്കും. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് π പ്ലസ് π/6 ഏത് ക്വാഡ്രന്റ് ആണെന്നാ. ഇത് π പ്ലസ് എന്ന് പറയുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്കിനെതിരെയാണ്. ഇതാണ് ക്ലോക്കിനെതിരെ. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് ആണ്. നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് മൈനസ് സൈൻ π/6. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഈ കാണുന്ന ഐഡിയയും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലൊക്കെ ആവശ്യമുണ്ട്. ഇത് തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യാം. കോസ് ഓഫ് 2π പ്ലസ് തീറ്റ. അപ്പോൾ 2π പൈന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നോ ചേഞ്ച്. ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെയും കോസ്. ഈ 2π എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെ 2π വരാം. പ്ലസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ കോസ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ആൻസർ ഈസ് കോസ് തീറ്റ. ഓക്കെ, ഇനി അതിന്റെ തന്നെ ഒരു നെഗറ്റീവ് മറ്റൊരു സാധനം വരുന്നത് കാണിച്ചു തരാം. 3π/2 മൈനസ് തീറ്റ. അപ്പോൾ പൈന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നോ ചേഞ്ച്. π/2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താവും? സൈന് കോസ് ആവും, കോസ് സൈൻ ആവും. ടാന് കോട്ടാവും, കോട്ട് ടാൻ ആവും. സീക്ക് കൊസീക്ക് ആവും, കൊസീക്ക് സീക്ക് ആവും. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആളുകൾ +1 ട്രിഗണോമെട്രിയിലെ ഈ പാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോയി കണ്ടാൽ മതി. ഇപ്പം അതിന് സമയമല്ല, അതൊക്കെ ഇത് ഐഡിയ വെച്ചാൽ മതി.
ഇപ്പൊ നമ്മളെ ലൈവിലുണ്ട്, ഇപ്പൊ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സൈൻ ഓഫ് 3π/2 ആണെങ്കിൽ ഇപ്പൊ 3π/2 ആണെങ്കിൽ സൈനുള്ള കോസ് ആവും. ഇനി 3π/2 എന്നാൽ ഇവിടെ വരും. മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് നടക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. തേർഡ് ക്വാർട്ടറിൽ ഈ കാണുന്ന സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഇതിന് ആൻസർ മൈനസ് കോസ് തീറ്റ. ഈ കോൺസെപ്റ്റും കൂടി അതിലേക്ക് എന്തുണ്ട് വരുന്നുണ്ട്, ഇതായി കാണുന്നത്. പൈ ആണ് നോ ചേഞ്ച്, സൈന് പൈ മൈനസ് തീറ്റ പറയുമ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ സൈന് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് +1 ട്രിഗണോമെട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് ഇത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് ചെയ്ത ഒരു ഐഡിയ ആണ്. കാരണം കുറച്ച് ആളുകളെങ്കിലും, എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്ന പ്രതീക്ഷയോട് കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഇതുപോലെ ഉപകാരപ്പെടാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് അറിയാതെ നിൽക്കുന്നുണ്ട്. അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം അത് തന്നെയാണ് വീണ്ടും വീഡിയോസ് എടുക്കാൻ ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. +2 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ബൈ.